ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ ഞാൻ. അപ്പം അവിടെ കുമ്പളങ്ങയാണോ ഇത് തടിയങ്കായാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു സംഭവം പിടിച്ച് കിടപ്പുണ്ട്. വെജിറ്റബിൾ ആണെന്നറിയാം, എന്താണ് കായെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പം എന്തായാലും സംഭവം തടിയങ്കായാലും കുമ്പളമായാലും ഒരു വിളഞ്ഞൊരെണ്ണം അതിനകത്ത് പിച്ചിട്ടുണ്ട്. എന്നു വെച്ചിട്ട് അമ്മ പറഞ്ഞു മോര് കാച്ചാനും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്യണം ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. സംഭവം പാതി ഞാനും കൊണ്ടുപോയിരുന്നു, പാതി അവിടെ വെച്ചു. രണ്ടാമത്തെ ട്രിപ്പാണ് അവരത് പിച്ചയെന്ന് പറഞ്ഞു. അമ്മ അവിയലിനും സാമ്പാറിനും ഒക്കെ ചേർത്തു എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പേര് എനിക്കും അറിയാൻ വയ്യ. തടിയങ്ക ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം അവിടുന്ന് കളക്ട് ചെയ്യാവുന്ന സാധനങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുമ്പം അവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണും. ഇലിമ്പിക്ക, ചാമ്പയ്ക്ക, പിന്നെ എല്ലാ വർഗ്ഗങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം മുരിങ്ങയില, കറിവേപ്പില, അതൊക്കെ ഉള്ളത് പിച്ചി കൊണ്ടുവരും. ഇവിടെ പച്ചക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നത് ഞാൻ മാത്രമാണ് കൂടുതൽ. പിള്ളേരൊട്ടും കഴിക്കത്തില്ല. അപ്പം അവർക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തെങ്കിൽ ഇവിടെ പോകത്തുള്ളൂ. അപ്പം കൂടുതലും ഫ്രൂട്ട്സ് മേടിക്കാറാണ് പതിവ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം മൂസാമ്പിയാണ് കേട്ടോ മേടിച്ചത്. നാരങ്ങയുടെ കണക്കിരിക്കും, പക്ഷേ തൊലിക്ക് ഇച്ചിരി കട്ടി കൂടുതലാണ്. നാരങ്ങയെക്കാട്ടി ഇച്ചിരി കട്ടി കൂടുതലാണ് മൂസാമ്പിയുടെ തൊലിക്ക്. ഇത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ച് കേട്ടോ. ഒന്ന് തണുപ്പിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് മിക്സാക്കി കഴിക്കുമ്പോൾ എന്തൊരു പ്രത്യേക സുഖമാട്ടോ. നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും കഴിക്കുമ്പം നല്ല ദാഹശമനി കൂടിയാണ്. പിന്നെ വൈറ്റമിൻസിൻ്റെ കാര്യം അറിയാമല്ലോ, നല്ല വൈറ്റമിൻസൊക്കെ അടങ്ങിയ സംഭവമാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. തോനെ മുരിങ്ങയിലയും വേലിച്ചീരയും കറിവേപ്പിലയും ഒക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില തോരൻ. അപ്പം ഞാൻ മുട്ട ചിക്കിയാണ് മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി ഇടാം. ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കി, പക്ഷേ ഞാനത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇത് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ബോട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ നീണ്ടകര ഹാർബറിലൊക്കെ ഇതിങ്ങനെ അടുക്കാറാകുമ്പോഴത്തേക്ക് ഏട്ടനെ വിളിക്കും. മീനോ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്താണ് ആ സമയത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പം നമുക്കും ഇച്ചിരി തരും കേട്ടോ. അപ്പം അങ്ങനെ വെളുപ്പാങ്കാലമായപ്പം ഏട്ടനെ വിളിച്ചു. ഇതണക്ക് ബോട്ട് ഇതണക്ക് കൊല്ലം നീണ്ടകര ഹാർബറിൽ ഇങ്ങനെ അടുത്തിട്ടുണ്ട്, വന്നാൽ കൊഞ്ച് മീനൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടനൊരു കൊച്ച് നമ്മുടെ 10 കിലോയുടെ അരിച്ചാക്കിൻ്റെ ഒരു ചാക്ക് കവറുമൊക്കെ ആയിട്ട് പയ്യെ പോയി. അങ്ങനെ കുറച്ച് കൊഞ്ചും ചുമന്ന മീനും ഒക്കെ നമുക്ക് അവർ തന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ചെന്നപ്പം ഏട്ടൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എനിക്ക് എടുത്തുകൊണ്ട് തന്നെയാണ്. ഞാൻ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനങ്ങ് ഡിലീറ്റ് ആക്കി. എനിക്കെന്തോ അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ, വീഡിയോ ഇടാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ഇടുന്നത് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് കൊഞ്ചും മീനും ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പിന്നെ ഏട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും നമുക്കറിയാവുന്ന അതിലത്തുള്ള 2-3 പേർക്കും ഒക്കെ കൊടുത്തു. എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് ഞാനും എടുത്തു. പിന്നെ കൊഞ്ചൊക്കെ പിച്ചി വൃത്തിയാക്കി ഒക്കെ എടുത്തു കേട്ടോ. ഇതിപ്പം ഇന്നും ഇന്നലെ എടുത്ത വീഡിയോ അല്ല, ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നൊരു വീഡിയോ ആണ്. സംഭവം എല്ലാം കഴിഞ്ഞു. അതായത് കൊഞ്ചും മീൻ ഇരിപ്പുണ്ട് കേട്ടോ. കൊഞ്ചിൻ്റെ കഥകളെല്ലാം കഴിഞ്ഞു. എല്ലാം കുക്ക് ചെയ്തൊക്കെ കഴിച്ച് തീർത്തു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.